ഈ ഈ സംവിധാനത്തിൽ നിന്ന് നീതി കിട്ടില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പായ സ്ഥിതിക്ക് നിങ്ങൾ നീതി കിട്ടും എന്ന് ഉറപ്പുള്ള സ്ഥലത്തേക്ക് ആ അവസരം ഉപയോഗിക്കുന്നേ. അത് ചോദിച്ചപ്പോൾ ഇന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞ മറുപടി കേട്ടില്ലേ? ഇവിടുത്തെ ജനാധിപത്യത്തിനെ സംരക്ഷിക്കലൊന്നും എന്റെ പണിയല്ല, എന്റെ പണി സർക്കാരിനെ ചൊറിയൽ മാത്രമാണ്. അല്ലേ? വെട്ടിയെടുത്ത് പറയല്ലേ, ഇവിടുത്തെ ജനാധിപത്യ സംരക്ഷിക്കൽ എന്റെ മാത്രം ബാധ്യതയൊന്നുമല്ല. അത് ഇവിടുത്തെ വേറെ ഭരണഘടനാ സ്ഥാപനങ്ങളുണ്ട്, അവരുടെ ഉത്തരവാദിത്തമാണെന്ന് പറയുന്നതാണ്. അതിന്റെ ഒരു ഭാഗം വെട്ടി ബാധ്യതയുണ്ട്, പക്ഷെ അതിന്റെ ആ പൂർണ്ണവാചകത്തിന്റെ പാതിയിൽ വെട്ടി ട്വിറ്ററിൽ ഓടിക്കുന്നുണ്ട്. ആ പൂർണ്ണവാചകത്തിന്റെ പാതി വെട്ടി ട്വിറ്ററിൽ ഓടിക്കുന്നുണ്ട് റൈറ്റ് വിങ് ഹാൻഡിലുകൾ. അത് പിടിക്കല്ലേ? അങ്ങനെയെങ്കിൽ ഈ രാജ്യത്ത് നിലവിലുള്ള നീതിന്യായ സംവിധാനത്തിനെ വിശ്വാസത്തിലെടുത്ത് വിശ്വസിച്ച് ആ സംവിധാനം അത് പണിയെടുക്കണം എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. അല്ല, അതിന് പണിയെടുക്കണമെങ്കിൽ പണിയെടുക്കൂ സാർ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വ്യവസ്ഥാപിതമായ രീതിയിൽ സമീപിക്കണം, കോടതിയെ സമീപിക്കണം, അഫിഡവിറ്റ് കൊടുക്കണം. അല്ലാതെ പത്രസമ്മേളനത്തിൽ വിളിച്ചു പറയുകയല്ല വേണ്ടത്. സി എം പ്രകാശൻ വ്യവസ്ഥാപിതമായ മാർഗങ്ങൾ ഇവിടെ ഉണ്ടല്ലോ. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തെരഞ്ഞെടുപ്പ് സമയത്തല്ലാത്ത സമയത്ത് നിരന്തരമായി പരിശോധിക്കാനും തിരുത്താനും കഴിയുന്ന ഒരു മെക്കാനിസമായിട്ട് പരമോന്നത നീതിപീഠം ഇവിടെ ഉണ്ട്. അത് പ്രയോജനപ്പെടുത്താൻ കഴിയുന്നില്ലേ? ഇനി അവിടെ പോകുമ്പോഴും തള്ളിപ്പോയ കേസ് പറഞ്ഞുകൊണ്ട് പിന്നെ ബഹളം ഉണ്ടാക്കുന്നത് എന്തിനാണെന്നാണ്. പരമോന്നത നീതിപീഠം പറഞ്ഞ കാര്യത്തെ മുഖവിലക്കെടുക്കുന്ന ഗവൺമെന്റ് അല്ലല്ലോ നരേന്ദ്രമോദി ഗവൺമെന്റ്. പരമോന്നത നീതിപീഠം പറഞ്ഞതാണല്ലോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇങ്ങനെ പാടില്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നരേന്ദ്രമോദി തീരുമാനിക്കേണ്ട ഒന്നല്ല.